ഇത്ര എടുത്തുനിന്ന് ഇവിടെ വേറെ ആരും ഒട്ടിക്കാൻ കേൾക്കണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊടി ഒറ്റ കത്തെടുക്കാൻ അല്ലോട് പറഞ്ഞല്ലേ അപ്പൊ കയ്യാട്ടോ അപ്പൊ പൊട്ടിച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഞാൻ കത്തി എടുക്കാൻ പറഞ്ഞതാ. ഇങ്ങനെയാണ് കത്തി എടുക്കുന്നത്. സർപ്രൈസ് ആയോ? പറയിപ്പിക്കണ്ടല്ലേ സർപ്രൈസ് ആയില്ല. താങ്ക് യു. തോന്നി പോയത് എനിക്ക് ഇവനെ ഒരു പേടി വരുമ്പോഴേ പേടിയില്ല. ഞാൻ പറഞ്ഞതാ. കൊടുക്ക്. എനിക്കറിയാം എന്നെ കുറിച്ചിട്ട്. വായലിട്ട ശരിക്കും അല്ല ഇപ്പൊ കൊളയ്ക്കുന്നത് മുറിച്ച് ശരിക്കും മുറിച്ച് കറക്റ്റാ. ബർത്ത്ഡേ കൊളാക്കിയവൻ. ഒരുത്ത കേക്കിലെ കത്തി കൊണ്ടുപോകില്ല, കേക്ക് മാത്രം കൊണ്ടുവന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ അടിപൊളി സർപ്രൈസ്. അമ്മയുടെ ബർത്ത്ഡേ പിറ്റേ ദിവസം രാത്രി 26-ാം തീയതി രാത്രി എനിക്ക് ഓളെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഓളെ വക കേക്ക് കിട്ടും അവളൊരു കൃഷിക്കാണ്. ഞാൻ വിചാരിക്കാണ്ട് കിട്ടിയ സർപ്രൈസ് ആയിരുന്നു. ഞാനെല്ലാം ഒറ്റക്ക് തിന്നു. ഓളെ വകയുള്ള ഫുഡാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഒരു കോഫി. പിന്നെ ഒരു കേക്ക് കൂടി വാങ്ങിയിരുന്നു, അതാണത്. പിന്നെ ഇത് പാസ്ത ആണ്, നല്ല അടിപൊളി പാസ്തയാണ്, സ്പൈസിയാണ്, എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് അവൾ ബില്ല് കൊടുത്തണ്ടപ്പോൾ മനസ്സിലൊരു സുഖം. ആദ്യമായിട്ട് ബില്ല് കൊടുക്കുന്ന അവിടുന്ന് ഇറങ്ങി ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് അന്നത്തെ രാത്രി കഴിഞ്ഞു. ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച് ഈ ഗിഫ്റ്റ് തന്ന ആൾക്ക്. ഐ ലവ് യു സോ മച്ച്. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള ഇതാണ്, ഗിഫ്റ്റാണിത്. പിന്നെ അതിൻ്റെ ശേഷം പിറ്റേ ദിവസമായപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോവാണ്. നമ്മൾ പോണ വഴി കൂടെ ഞാനും ഹന്നിയും കൂടിയും. ഇതാണ് നമ്മളെപ്പോഴും പോണ വഴി. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അറ്റ്മോസ്ഫിയറിലാണ് പോയത്. ഇതിൻ്റെ ബെസ്റ്റ് റിയ, പിന്നെ മറ്റേത് ധീരജ്. അവൾ ആലോചിച്ചിരിക്കുകയാണ് എന്താണെന്ന് ആർക്കറിയാം. നമ്മൾ വെയിറ്റിങ്ങിലാണ് ബാക്കിയുള്ളവരൊക്കെ. അവരെല്ലാവരും വരാൻ വേണ്ടി വെയിറ്റിങ്ങിൽ കുറച്ച് നേരം അവിടെ അറ്റ്മോസ്ഫിയറിലിരുന്ന്. ഈസ് ബിസി ബോയ്. ആക്ച്വലി റിയ ആണിത്. ഹന്ന, റിയ, ഞാൻ, ധീരജ്. നമ്മൾ മൂന്നാളിന് ഫസ്റ്റ് എത്തിയത്. ബാക്കിയുള്ളവർ വന്നുകൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പിന്നെ കൃഷ്ണപ്രിയ വന്നു. അതിൻ്റെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൃജേഷ് വന്നു.
നമ്മളവിടെ നിന്ന് ഇറങ്ങി സൂഫി മന്തിയിലേക്ക് പോയി പേര് കൊടുത്ത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഫ്രൈഡേ അതിനെക്കൊണ്ട് എൻ്റെ മമ്മീൻ്റെ അനിയനും മമ്മീൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എത്തി. മമ്മീൻ്റെ ഫ്രണ്ട്സിനെ കാത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, സിദ്ധാർത്ഥ്, വിജേഷ്, അശ്രിത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 20 ആൾക്കാരായിരുന്നു. പേര് കൊടുത്ത് ഉള്ളിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ കയറി ഞങ്ങളെ കുറച്ച് കലാപരിപാടികളാണ്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ്. ടേബിൾ അറേഞ്ച് ചെയ്യാണ്. ശേഷം ഇതാണ് ഞങ്ങളെ സീറ്റ്, ഇതാണ് സൂഫി മന്തി. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഒരാളെ കാത്തിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് വരാണ്ട് പറഞ്ഞില്ല, അവരെ കാത്തിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് തുമ്മൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ ഇതിൻ്റെ 2 സുന്ദരിയായ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ് ഫുഡിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ തല പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തളിച്ച് ഞാനും റിയോ ഹന്നിയും കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വിശന്നിട്ട് കക്കിരി വരെ തിന്നു. സ്നേഹം കോളാമ്പികൾ കളി കളിച്ചു കുറച്ച് നേരം. പിന്നെ എല്ലാവരും എടുത്തു. എല്ലാവരും വിശന്നിട്ട് ഓരോന്ന് തിന്നാണ്. എല്ലാവർക്കും വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനും മൈനോണിസിനെ കൊണ്ട് പേരൊക്കെ എഴുതി കളിച്ചു കുറച്ച് നേരം. അതിൻ്റെ ശേഷം ഫുഡ് എത്തിയിട്ടില്ല. ലാസ്റ്റ് എത്തി നമ്മളെ ഫുഡ്. കുബൂസും ഷവായും എത്തി. ഫ്രൈഡ് റൈസ് മാത്രം എത്തിയില്ല. അങ്ങനെ റൈസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. എപ്പം വരും റൈസ്, എപ്പം വരും വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വരെ ഇരിക്കും. വന്ന് ഗൈസ്, അങ്ങനെ നമ്മളെ റൈസുകാരൻ വന്നു. നമ്മളെല്ലാവരും കഴിക്കുകയാണ്. റൈസ് കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂഫി മന്തി അറിയാത്ത ആൾക്കാരൊന്നും അധികം ഉണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്യാൻ വന്ന് തിന്നാം. ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് എല്ലാവരും. ഇതാണ് എൻ്റെ സിസ്റ്റർ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഉക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിടെ പോയി. അവിടെ പോണ കാഴ്ചകളാണിത്. അവിടേക്ക് കയറാണ്. ഇത് നമ്മളെ ബീച്ച് റോഡിൽ തന്നെയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. അവിടെ പോയി അവിടുന്ന് കുറച്ച് നേരം വൈബാക്കി ചില്ലാക്കി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതൊക്കെ വലിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കൃജേഷ് എക്സ്പേർട്ടാണ് ഇതിൽ. അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക് പോയി. സ്റ്റാർബക്സിന് ഓപ്പോസിറ്റുള്ള അവിടെ നിന്ന് കേക്ക് കുറച്ച് അലിഞ്ഞൊക്കെ പോയി. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയൻ്റെ ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച് റിയ, ലവ് യു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഗിഫ്റ്റ്. എൻ്റെ ഉള്ളൊരു ഫ്രെയിമാണ് ഗൈസ്, നിങ്ങൾ കാണും. നല്ല അടിപൊളിയായിട്ട് ഇതാക്കിയിരിക്കണം. സോ ആക്ച്വലി വാവ് ആയിക്കണം. താങ്ക് യു ലവ് യു. हाँ बदलती बहारें हैं तेरे इंतजार के सहारे हैं. कहाँ हो तुम, हाँ को सरते सितारे हैं. न जाने खोए हैं या वो हमारे हैं. कहाँ हो तुम, कहाँ हो तुम, कहाँ हो तुम.
ഇതെൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓൾ അതിൻ്റെ മുന്നേ എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ്. അതെൻ്റെ വീട്ടിലെ അടുത്ത ഗിഫ്റ്റാണിത്. പിന്നെ ഇതെൻ്റെ ചെറിയൊരു കുട്ടിയാണ്, അവളൊരു ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ശേഷം നമ്മൾ മീൻസ് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡാൻസും പാട്ടൊക്കെ കളിച്ച് വരും. ഡാനിയനും ഡ്രീം കൂടിയും അങ്ങനെ അടിപൊളിയാക്കി വൈബാക്കി ചില്ലാക്കി കേക്ക് മുറിക്കുകയാണ് guys. അപ്പൊ ഗായ്സ് ഇന്റെ സുന്ദരിന്റെ ബർത്ത്ഡേനു. അപ്പൊ നമുക്ക് ചെറിയൊരു സങ്കടേനു. ഇപ്പൊ നമുക്ക് സന്തോഷമുള്ളു.